നമസ്കാരം. ഹിന്ദുക്കളുടെ കാര്യം കുശാലാണ് കേട്ടോ, കുശാലാണ്. ഒന്നിനൊരു പോരായ്മയില്ല. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഹൃദയ സംബന്ധിയായിട്ടുള്ള വലിയ രോഗങ്ങൾ വന്നാൽ സഹായിക്കാൻ, പൈസ തരാൻ, അങ്ങനെ വല്ല രോഗികളും നാട്ടിലുണ്ടെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ ആലപ്പുഴയിലൊരു സുന്ദരി എന്ന് പറഞ്ഞ ഒരുത്തൻ, തലയെക്കെട്ടുകാരൻ. അതുപോലെ തന്നെ നിർധനരായിട്ടുള്ള വീട്ടിലെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ, അതിനിപ്പോൾ ലവ് ജിഹാദ് പറഞ്ഞ് നടക്കുക RSകാർ. അവർ സഹായിക്കുകയാണ്. ഒരു സഹായം കണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാനിൽ ഒരു സഹായം കണ്ടല്ലോ. ചത്തു കഴിഞ്ഞാൽ ശവം കുഴിച്ചിടാൻ അതിനും റെഡി മണി കണ്ടീഷൻ. മുസ്ലിങ്ങൾ തന്നെ അതിന് റെഡിയാണ്. എവിടെയാണ് ശവം ചോദിച്ച് നടക്കുകയാണ്. രണ്ട് കൂട്ടം ആൾക്കാരാണ് ഈ ശവം ചോദിച്ച് നടക്കുക. ഒന്ന് കഴുകന്മാർ, പിന്നെ മുസ്ലിങ്ങൾ. എവിടെ ചത്ത ശവം കൊണ്ട് കുഴിച്ചിടാൻ സൗകര്യമില്ല, കയ്യിൽ പൈസ ഇല്ല, അങ്ങോട്ട് തന്നോ ഞങ്ങൾ ഏറ്റെടുത്തു. അവരതിന് പ്രതിഫലമൊന്നും ആവശ്യപ്പെടുന്നില്ല. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഫോട്ടോ വരും, ഹിന്ദുക്കളെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കളുടെ പെൺകുട്ടികളെ കൊണ്ടുപോയി പണി കൊടുക്കാൻ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കളുടെ ചത്തു കഴിഞ്ഞാൽ ശവം അത് ഏൽപ്പിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും വലിയ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ സഹായം നൽകാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറയുന്നു മാത്രം. എന്താകൊണ്ട് ഗുണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് അവരുടെ വേദവേദാന്തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, രാമായണവും മഹാഭാരതവും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ഭാഗവത സപ്താഹം വരെ നടത്താൻ തയ്യാറായിട്ട് മുസ്ലിങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനിപ്പോൾ ആരോപിക്കും ആൾക്കാർ. RSകാർ പറയും അത് പറ്റില്ല, ഭാഗവതം എന്നുള്ള പുസ്തകം കൈകൊണ്ട് ഓടാൻ പറ്റില്ല, അത് ഞങ്ങൾ അവരൊന്നും ചെയ്യില്ല. പക്ഷെ മുസ്ലിങ്ങൾ വരുന്ന സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതല്ലേ എൻ്റെ മര്യാദ. അതും ചെയ്യില്ല, തിന്നൂല്ല തീറ്റൂല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഏതായാലും ഇപ്പം ഡോക്ടർ അനിൽ മുഹമ്മദ് കരുനാഗപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഓച്ചിറ ആ ക്ഷേത്രത്തിൽ, അവിടെ ക്ഷേത്രമൊന്നുമില്ല, ആൽത്തറ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ കാര്യങ്ങളൊന്നും അവിടെയില്ല. ആനയും അമ്പാരിയും ശ്രീകോവിലും പ്രാകാരങ്ങളൊന്നും അവിടെയില്ല. അവിടെ ഈ ആഗസ്റ്റ് 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആഗസ്റ്റ് 2-ാം തീയതി തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാമായണ പാരായണം നടക്കുന്നുണ്ട് അവിടെ. രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണം നടക്കുന്നുണ്ട് അവിടെ. ഇപ്പം തന്നെ സംഘപരിവാറിൻ്റെ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി, അയാളവിടെ കയറ്റരുത്, ഞങ്ങൾ സമ്മതിക്കില്ല, അവിടുത്തെ കമ്മിറ്റിക്കാരെ കാല് തല്ലി ഓടിക്കണം. അയാളെ കമ്മിറ്റികളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമല്ലേ. ഇനിയിപ്പം ഹിന്ദുക്കൾക്ക് ഇരുന്ന് തിന്നാം. ആരും ചത്തു കഴിഞ്ഞാൽ ഫോൺ ചെയ്ത്, ഹലോ സുന്ദരിയല്ലേ, ആലപ്പുഴ ഉസ്താദ് സുന്ദരിയല്ലേ, ആ ഒരു ശവം ഇവിടെ ഉണ്ട് കേട്ടോ, കാര്യം കഴിഞ്ഞു, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. പെൺകുട്ടി മോന്തായം തുളച്ചവിടെ കയറി നിൽക്കണ്ടേന്, ഹലോ ഇത് ആലപ്പുഴയിൽ ഉസ്താദ് സുന്ദരിയല്ലേ, ഇവിടെ ഒരു പെണ്ണുണ്ട്, ഒന്ന് കൊണ്ടുപോകുമോ? ഓ നമ്മൾ റെഡി. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഭാഗവത സപ്താഹം നടത്താനും അമ്പലത്തിലെ പൂജയ്ക്ക് ഇനി ആളെ കിട്ടുമോ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന്? പക്ഷെ അതിൽ വേറൊരു പ്രശ്നമുണ്ട്. RSകാർ പല വയ്ക്കും, അവരവിടെ ലഹളി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ അനിൽ മുഹമ്മദിനെ ഇനി തൂക്കിയെടുത്ത് വരുമോയെന്നറിയില്ല, ഫത്തോ വരുമോയെന്നറിയില്ല. കാരണം അവിടെ രാമായണം നടത്തുന്ന സമയത്ത് പ്രവാചകൻ്റെ കഥ പറയാൻ പറ്റില്ലല്ലോ, രാമൻ്റെ തന്നെ കഥ പറയണ്ടേ, ശ്രീരാമൻ്റെ കഥ പറയണ്ടേ, ലക്ഷ്മണൻ്റെ കഥ പറയണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ മന്ത്രങ്ങൾ ചിലപ്പോൾ അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലില്ലേ. അവിടെ ആ സ്റ്റേജിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ ദൈവമേ, ആലോചിക്കാൻ വയ്യ. അനിൽ മുഹമ്മദിനതൊന്നൊരു പ്രശ്നമില്ല. അനിൽ മുഹമ്മദിനെ അവിടെ അവർ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അയാൾ നേരെയാവില്ല, തോന്നിയവാസിയാണ്. കാര്യമായിട്ട് പറയുന്ന ആൾക്കാർ മുഴുവൻ തോന്നിയവാസിയാണല്ലോ. അയാൾക്കാണ് ഈ ആവശ്യത്തിലേറെ വിദ്യാഭ്യാസമുണ്ട്, ആളും ഒരു സുന്ദരനാണ്, നല്ല ഉയരമുണ്ട്, ഒറ്റ മനുഷ്യൻ, തലയ്ക്കകത്ത് ചാണകം അല്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് പിടിക്കൂല. നമുക്ക് അടിമകളല്ലേ വേണ്ടത്. ഞങ്ങൾ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്.
അന്നൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഞങ്ങളവിടെ വെച്ച് കാണുന്ന സമയത്തൊക്കെയും കൂടുതലും സംസാരിക്കുന്നത് ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അതിൽ അദ്ദേഹത്തിനുള്ള വ്യുൽപ്പത്തി അതെന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതാ രാമായണം കഥയോ അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ കഥയോ ശ്ലോകങ്ങളിൽ എൻ്റെ അർത്ഥം പറയുന്നതല്ല, ഹൈന്ദവ സംസ്കൃതിയിൽ അടങ്ങിയിരിക്കുന്ന ചില ചിന്താശകലങ്ങൾ. അത് ഇന്നത്തെ ലോകവുമായിട്ട് വർത്തമാന കാലഘട്ടവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്ന കണ്ടിട്ട് ഞാൻ മുഖത്ത് വെല്ലുവിച്ചു പോയി. എൻ്റെ ദൈവമേ, ഞാൻ ഗീത പറഞ്ഞ സമയത്ത് ഈ അനിൽ മുഹമ്മദിനെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അവിടെ പോയിട്ട് കുറച്ചു കാലം ശിഷ്യപ്പെടായിരുന്നു എന്ന് തമാശ പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നത്. അതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹം. അല്ലാതെ ജനിച്ചത് വാപ്പയ്ക്കും ഉമ്മയ്ക്കുമാണ്, മുസ്ലിമായിട്ട് വളർന്നു. ഇതുപോലെ വലിയൊരു ഈ ഓച്ചിറ ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിസ്സാര കളിയല്ല. ഇന്ത്യയിലെല്ലാവരും, കേരളത്തിലെല്ലാവരും അറിയുന്നതാണ്. അമ്പലമില്ലാതെ, ശ്രീകോവിലില്ലാതെ, അവിടെയുള്ള പ്രാകാരങ്ങളില്ലാതെ, കൊടിമരമില്ലാതെ ഒന്നുമില്ല അവിടെ. ഒരാൽത്തറയിൽ വാഴും പരബ്രഹ്മ തത്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഓഗസ്റ്റ് 2-ാം തീയതി ഗീത പറയാൻ ഇത് രാമായണം പറയാൻ പോകുന്നത്. ഉടനെ തന്നെ അടിയും തറയായിട്ട് ആൾക്കാർ വന്നു. അത് സ്വാഭാവികമല്ലോ. ഇന്നത്തെ കേരളത്തിൽ എന്ത് ചെയ്താലും ഏതെല്ലാം ആളുടെ വീട് തകർന്നു, അയാൾക്കൊരു സ്വർണം കൊണ്ട് വീടുണ്ടാക്കി കൊടുത്താൽ പറയാം, അവനതിന് വേറെ വല്ലതും കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ നല്ലൊരു പെൺകുട്ടിയാണ്, അവൻ്റെ ഉദ്ദേശം വേറെയാണ്. എന്തിനും പുഴുക്കുത്ത് കാണുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. പണ്ടൊരാളെ കുറിച്ച് പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ഇക്കണ്ടൻ എന്നാളുടെ പേര്, കോതണ്ടൻ എന്നാളുടെ പേര്, കോതണ്ടൻ ആളുടെ പേര്, കുന്നുംപുറത്ത് കോതണ്ടൻ എന്നാളെ പറയുക. അപ്പോൾ അയാൾക്കൊരു മകളുണ്ട്, നല്ല സുന്ദരിയാണ്, സുശീലയാണ്, ഇതെല്ലാമാണ്. അവർക്ക് കല്യാണം വരുമ്പോൾ അത് മുടക്കും. ആരെ മുടക്കുക എന്ന് പറയാം, അയാളെ മുടക്കുക. എങ്ങനെയാണെന്ന് അറിയാമോ? ആൾക്കാർ ആ കുട്ടിയോ നല്ല കുട്ടിയാണ് കേട്ടോ, നല്ല കുട്ടിയാണ്. അപ്പോൾ ഇയാൾ പറയും, അവൾക്ക് മറ്റേ എന്തായാലും പറയുക, മറ്റേ ആസനദ്വാരത്തിൽ വരുന്ന ഒരു അസുഖമുണ്ടല്ലോ, അതിൻ്റെ ഫിറ്റ്സുല, ഭഗന്തരം, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കളയുകയുള്ളൂ. എന്താണെന്നറിയില്ല, അയാൾ എല്ലാവരെയും പാരവയ്ക്കും, സ്വന്തം മോളെയും പാരവയ്ക്കും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എല്ലാത്തിലും കുറ്റങ്ങളും കാര്യങ്ങളും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഈ അനിൽ മുഹമ്മദ് അവിടെ വരുന്നത് രാമായണം പറയാനാണ് വരുന്നത്. അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനാവട്ടെ, പറയാൻ വരുന്നത് രാമായണമാണല്ലോ. രാമായണത്തിൻ്റെ കഥ പറയാൻ വരുന്നത് ശരിയാണ്. അദ്ദേഹം പറയാണ് 1600 വർഷം മുമ്പ് മദീനയിലുണ്ടായിരുന്ന പ്രവാചകൻ്റെ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പറയാം. എന്താ ഡോക്ടറെ ഇങ്ങനെ, നിങ്ങളെ രാമായണം പറയാനല്ലേ വിളിപ്പിച്ച്, രാമായണം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്, അത് പറയാമായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, പലയിടത്തും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, കയ്യടിയും നേടിയിട്ടുണ്ട്. അങ്ങനെ ആളെ വിളിച്ചപ്പോൾ അവിടെ തടയുമെന്ന് പറഞ്ഞു. കമ്മിറ്റിക്കാരെ കാല് തെല്ലുപിടിക്കണമെന്നവരെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും അതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ മതവിദ്വേഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ, രാഷ്ട്രീയമൊക്കെ അതിനകത്ത് കലരുന്നുണ്ട്. ഈ എതിർക്കാൻ വരുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്, ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ശ്രീ അനിൽ മുഹമ്മദ് അവിടെ രാമായണ പ്രഭാഷണം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമാണ് തോന്നിയത്, നമുക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഏതെങ്കിലും ഈ അമ്പിളിയമ്മാവൻ, പണ്ടത്തെ അമ്പിളിയമ്മാവൻ ബാലരമ മാസികകളൊക്കെ ഉണ്ടല്ലോ, അതിലെ കുട്ടിക്കഥകൾ വായിച്ചിട്ട് രാമായണം പറയാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് എഴുതി വെക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഭാവനാവിലാസമൊന്നും അതിനകത്ത് കുട്ടിച്ചെലുത്താൻ പറ്റില്ല. ഇവിടെ സുകുമാർ അഴീക്കോട് മാഷ് ഭാഗവത രാമായണത്തെക്കുറിച്ച് 4 ദിവസം പ്രഭാഷണം എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പം അന്ന് ഈ പ്രഭാഷണം നടത്താൻ വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ അത്രയും വലിയ ബന്ധമായിരുന്നു, വീടിൻ്റെ അടുത്താണ് അത് താമസിച്ചിരുന്നത്. അപ്പോൾ പറയാറുണ്ട്, മറ്റേ ഇത് പറയാൻ പോകുമ്പോൾ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് ഓടിച്ചു നോക്കും, ഒന്ന് റിഫ്രഷ് ചെയ്യും. കാരണം ഇത് എൻ്റെ ഭാവനാവിലാസവും നമ്മുടെ വാഗ്വിലാസവും കൂട്ടിക്കലർത്തി പറയേണ്ട കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പറയേണ്ട ആ പോർഷൻ ഏകദേശം ഞാൻ ഒന്ന് റിവ്യൂ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാര്യമാണത്. കാരണം എന്താണ്, അത് ഓൾറെഡി കൃത്യതയോട് കൂടിയിട്ട് എഴുതി വയ്ക്കപ്പെട്ടൊരു കാര്യമാണല്ലോ. ആയതുകൊണ്ട് പ്രഭാഷകൻ്റെ ഭാവനാവിലാസവും സാഹിത്യത്തിൻ്റെ കഴിവൊന്നും അരിച്ചിരുത്താൻ പറ്റില്ല. ഇവിടെയും ശ്രീ അനിൽ മുഹമ്മദ് പ്രഭാഷണം നടത്തുമ്പോഴും അദ്ദേഹം കിട്ടുന്ന സമയം എത്രയാണോ അത് രാമായണത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാത്ത രീതിയിൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയും. 1 മണിക്കൂറല്ല, 4 മണിക്കൂർ കൊടുത്താലും അങ്ങനെയൊക്കെ പറയാൻ കഴിയും. മാത്രമല്ല രാമായണം എന്ന ഇതിഹാസം എന്ന് പറയും.
അന്നത്തെ മൂല്യങ്ങൾ ഇങ്ങനെയായിരുന്നു, ധർമ്മം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇതിഹാസ അങ്ങനെയായിരുന്നു അന്നിരുന്നിരുന്നത്. അങ്ങനെ പറയാം. ഇതിഹാസം എന്നുള്ളതിന് അങ്ങനെ രണ്ടർത്ഥം പറയാം. അപ്പോൾ അത് ഇന്നുകളിൽ, അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ അതിൻ്റെ ഇന്നുകളിൽ അതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? ആ കാര്യം കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച ഉദാഹരണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന്, അനിൽ മുഹമ്മദ് മുസ്ലിമാണ്. മുസ്ലിമിനെ അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാകും. അവിടെ ഒരു കൂട്ടർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞു എന്ന് വരാം. ഉരുത്തിരിയാതിരിക്കട്ടെ, അത്രയും നല്ലത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഉണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ തീവ്രവാദികൾ. മറ്റൊന്ന്, ഇത് കണ്ടോ, ഹിന്ദുക്കളെ രാമായണം പഠിപ്പിക്കാൻ മുസൽമാന്മാർ വേണ്ടി വന്നു എന്ന മുസ്ലിം പക്ഷത്തുള്ള തലതിരിഞ്ഞ അവിവേകികൾ അവരിങ്ങനെ വെറുതെ പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊരു പ്രശ്നം, അനിൽ മുഹമ്മദിനെ രാമൻ്റെ കഥ പറഞ്ഞതിന് ഫത്വ പുറപ്പെടുവിച്ചിട്ട് തൂക്കിയെറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് തൂക്കിയെറിഞ്ഞതാണ്. അതുകൊണ്ട് കുലുങ്ങുന്ന ആളൊന്നുമല്ല അങ്ങേര്. അപ്പോൾ ഏതായാലും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറയുമെങ്കിൽ അവിടെ മതിൽക്കെട്ടുകളില്ല, ഒരു ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള പ്രാകാരങ്ങളില്ല, ശ്രീകോവിലില്ല. ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അയ്യോ ദേ അഹിന്ദു അമ്പലത്തിൽ കയറി, ചെരുപ്പിട്ട് കയറി, ചെരുപ്പിടാണ്ട് കയറി എന്നൊക്കെ മതിലഹള ഉണ്ടാക്കാം. പക്ഷേ ഇതൊന്നും അവിടെയില്ല. ആ പറമ്പിൽ അവിടെ വിസ്തരിച്ച് കിടക്കുന്ന ആ ഒരു മൈതാനി മാത്രമാണ്, വിഗ്രഹങ്ങളില്ല. അവിടെ മുമ്പ് പറഞ്ഞ പോലെ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും അവിടെയില്ല. നമ്മളുടെ ഒരു സിനിമാ പാട്ടുണ്ടല്ലോ, യേശുദാസ് പാടിയതാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. നമുക്ക് തപ്പിയാൽ കാണാൻ പറ്റും. അവിടെ ജാതി മതഭേദമന്യേ ആർക്കും അവിടെ പ്രവേശിക്കാം. അവിടെ പശുക്കളൊക്കെ പോത്തുകളൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ നല്ല നേരിൽ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കെടുക്കും. യാചകന്മാരവിടെ രാത്രി അവിടെ നിന്ന് കെടുക്കും. അങ്ങനെ അവിടെ ഇന്നാൾ ആർക്കും അവിടെ ചെല്ലാം, മനുഷ്യർക്കും ചെല്ലാം, മൃഗങ്ങൾക്കും ചെല്ലാം, ഏത് ജാതിക്കും ഏത് മതത്തിനും അവിടെ ഏത് രീതിയിൽ അവിടെ കയറാവുന്നൊരു സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും പ്രവേശിക്കുന്നതായിട്ടാണ് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പൊതുവെ എന്താ എനിക്കറിയില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്നൊരു ബോർഡ് സ്ഥാപിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണല്ലോ ബോർഡ് വെക്കേണ്ടത്. ഏതിനകത്തേക്ക്? അവിടെ ചുറ്റുമതിലൊന്നുമില്ലല്ലോ അവിടെ. ഏതായാലും ശരി, അനിൽ മുഹമ്മദിൻ്റെ പ്രഭാഷണം അത് പുതിയ അനുഭവമായിരിക്കും കേൾക്കുന്നവർക്ക്. പഴയകാല പ്രഭാഷകന്മാരുടെ കുറേ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ഇതിഹാസ രൂപമായിരിക്കുന്ന രാമായണത്തെ ഇന്നുകളിലെ പുതിയ സാഹചര്യം, ആ പുതിയ സാഹചര്യവുമായിട്ട് ഇണക്കി ചേർത്ത് പറയാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് അതൊരു പുതിയ അനുഭവമാകും ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും ജെൻസി ആളുകൾക്ക്. ഇവിടെ ചില പ്രഭാഷകന്മാരൊക്കെയും നാളെ ഒരുത്തം പറഞ്ഞു, ഇപ്പം പശുവിൻ്റെ കൊമ്പിൻ്റെ റേഡിയേഷൻ ഉണ്ടെന്ന്. അവനിക്ക് എന്താ വേണ്ടത്? അത് പറഞ്ഞിട്ട് ഒരു ചാന്തുപൊട്ട് സ്വരൂപമാണ്, പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ചാണകമുണ്ടല്ലോ, ചാണകത്തിന് പ്ലൂട്ടോണിയം ഉണ്ടെന്ന്. പ്ലൂട്ടോണിയത്തിൻ്റെ വില എന്താ അറിയുക? പ്ലൂട്ടോണിയത്തിൻ്റെ പ്രശ്നം പറഞ്ഞില്ല യുദ്ധം നടക്കുന്നത് അവിടെ. പ്ലൂട്ടോണിയം, സംസ്കരിച്ച പ്ലൂട്ടോണിയോ മറ്റോ യുറേനിയോ മറ്റോ ഇവിടെ ഇറാൻ്റെ കയ്യിലുണ്ടോ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. ആ സാധനം നമ്മുടെ പശുവിൻ്റെ ചാണകത്തിലുണ്ട് എത്ര. അത് സംസ്കരിച്ചെടുത്താൽ നമുക്ക് നമ്മളുടെ റവന്യൂ, കോടാനുകോടി റവന്യൂ ആയിരിക്കും കേരള ഗവൺമെൻറ് എന്ന് പറയും. ഇങ്ങനെയുള്ള മക്കുണന്മാരൊക്കെയാണ് ഇവിടെ ഗീത നടത്തുന്നതും രാമായണവും കാര്യങ്ങളും നടത്തുന്നത്. ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരെന്താ ചെയ്യുന്നത്? പുതിയ തലമുറയിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ആട്ടിപ്പായിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നത്. ജൻസി ആളുകൾക്ക് രാമായണത്തിൻ്റെ വർത്തമാനകാല പ്രസക്തി ബോധിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രാമായണത്തിൻ്റെ മാത്രമല്ല, അത് വിശുദ്ധ ഖുറാൻ്റെ ആണെങ്കിലും ഹോളി ബൈബിളിൻ്റെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഈ കാലത്തെ പ്രസക്തിയാണ്. ലീവിന് ആൾക്കാരെ വിളിച്ചു, ഇപ്പം ഞങ്ങളെന്തിനാണ് പഠിക്കണമെന്ന് ചോദിക്കില്ലേ? ഞങ്ങളെന്തിനാണ് ഖുറാൻ പഠിക്കുന്നത്? ഞങ്ങൾക്ക് എന്താ ഉപകാരം? ഞങ്ങളെന്തിനാണ് ബൈബിൾ പഠിക്കുന്നത്? ഞങ്ങൾക്ക് എന്താ ഉപകാരം എന്ന് പുതിയ ആൾക്കാർ ചോദിക്കും. ഇത് മറവിലാണ്ട് പോകും. ഇത്തരം കാര്യങ്ങളെയും നമ്മൾ അതൊക്കെയും ലോകാവസാനം വരെ നിലനിൽക്കും. അത് നിൽക്കില്ല. ബ്രാഹ്മണങ്ങളിപ്പോൾ എവിടെ? ഉപനിഷത്തുകളുടെ ആയിരിക്കും അതൊക്കെയും മറ്റേ മുമ്പിൽ അതിൻ്റെ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള സംഭാഷണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ.
ആശ്രമങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഉപനിഷത്തും പോയി. ബ്രഹ്മസൂത്രം എന്താണെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ആരെങ്കിലും അറിയും? അപ്പോൾ ആയതുകൊണ്ട് കൈകാര്യം ചെയ്താലേ അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ജെൻസി പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാമായണം അതുപോലെ ഇതിഹാസങ്ങളുടെ വർത്തമാന പ്രസക്തി അവരെ ബോധിപ്പിച്ചു കൊടുത്താൽ അവരതിനോട് കൂടുതൽ അടുക്കും. അങ്ങനെയാകുമ്പോൾ പാരമ്പര്യവാദികൾ ചെയ്യുന്നത് പോലെ രാമായണത്തിൻ്റെ കുറച്ച് ശ്ലോകങ്ങളെടുത്ത് അതിൻ്റെ അർത്ഥങ്ങൾ പറയുക, അത്രമാത്രം. കേട്ട കഥകൾ ഇയാളെന്താ ഹനുമാൻ അങ്ങോട്ട് ചാടി, ഹനുമാൻ ഇങ്ങോട്ട് ചാടി, പിന്നെ ദശരഥൻ്റെ കഥകൾ ഇതെത്ര കേട്ടതാണ്. കഥ കേട്ട് കഥയില്ലാത്തവരായിട്ട് മാറിയവരാണ് നമ്മളുടെ ഹിന്ദുക്കൾ. അപ്പം ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിതമായിട്ടുള്ള ഇതിഹാസത്തിലെ അതിൻ്റെ ഇന്നുകളിലെ പുതുലോകവുമായിട്ട് ബന്ധിപ്പിക്കാൻ യാഥാസ്ഥിതികൾ ആളുകൾക്ക് കഴിയുന്നത് തോന്നുന്നില്ല. എന്നാൽ വിദ്യാസമ്പന്നനായിട്ടുള്ള ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലുള്ളവർക്ക് ആ ഒരു ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ, ആ ദൗത്യം അവർക്കൊരു പരിധിവരെ സാധിച്ചെടുക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം ചെയ്യാൻ വരുന്ന അയാൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അവർ പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ പോലെ. ഏതായാലും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അനുമോദനം അറിയിക്കുന്നുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ 40,000 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കാണ് വായിക്കാൻ പറ്റില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അമ്പലത്തിൽ ആന, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്ന് തുള്ളൽ, റിമി, ടോമി അവർക്കൊക്കെയും പ്രവേശനമുണ്ട്. ഉപനിഷത്ത്, ഗീത, ബ്രഹ്മസൂത്രം എന്നിത്യാദി കാര്യങ്ങൾക്ക്, പ്രസ്ഥാനത്രയാദി കാര്യങ്ങൾക്കൊന്നും പ്രവേശനമില്ല. 40,000 ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കളിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഗീതയോ അതെന്താ എന്ന് ചോദിക്കും ഇവിടുത്തെ അമ്പലത്തിലെ കമ്മിറ്റി കോടാലികൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാമായണത്തെക്കുറിച്ചൊരു പ്രഭാഷണം. ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ ആയതുകൊണ്ട് ഇനി ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിലൊന്നും വരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം അത് ഏറ്റു. അദ്ദേഹം അത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അതിന് സഹകരിക്കുകയല്ലേ വേണ്ടത്. എല്ലാവരും അന്യോന്യം പറയുന്നത് ഇന്ന ദിവസം ഓഗസ്റ്റ് 2-ാം തീയതി അനിൽ മുഹമ്മദിൻ്റെ പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും എനിക്കൊന്നേ പറയാം, ഒന്നുമില്ലാത്തതിനും ഭേദമല്ലേ എന്തെങ്കിലും ഉണ്ടാവുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അനുമോദനം അറിയിക്കുന്നുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. പിന്നെ ആളുകളെ തള്ളിക്കയറ്റം നല്ലതാണ്. ആൾക്കാർ ശ്രദ്ധിക്കട്ടെന്നേ. അവിടെ കുറേ RSകാർ വന്ന് ജയ് വിളിക്കുന്നു. അതെന്താ? അവിടെ അനിൽ മുഹമ്മദിൻ്റെ പ്രഭാഷണം ഉണ്ട്, അത് നടത്തില്ല പറഞ്ഞിട്ട് ജയ് വിളിക്കുന്നതാണ്. അപ്പോൾ 10 ആൾ കൂടുതൽ അറിയട്ടെന്നേ, എന്താണ് കാര്യം എന്ന് അറിയട്ടെന്നേ. ചുളിയിൽ വന്നു, സംസാരിച്ചു, അങ്ങോട്ട് പോയി, 10 ആൾ കേട്ടു, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തരം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തിനിപ്പോൾ ഫത്വ പുറപ്പെടുവിച്ച് തലയെക്കെട്ടുകാരുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ വെളിവില്ലാത്തവരെ. ആരോ പറഞ്ഞു ഉള്ള വെളിവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലയിൽ കെട്ടിയിട്ടുള്ളതെന്ന്. അത് ഞങ്ങൾ തന്നെയും പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഏതായാലും അവന്മാർ വന്ന് ഇനി അനിൽ മുഹമ്മദിനെ ഞങ്ങൾ പുറത്താക്കും എന്നൊക്കെയും പറഞ്ഞ് ലഹള, അതിന് ഫത്വ എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ നാളെ കണ്ടൊരു കുട്ടി നിലവിളക്ക് കൊളുത്തിയ സമയത്ത് അതിൻ്റെ വേറൊരു ഊച്ചാളി, നമ്മുടെ മന്ത്രിയാണ്, നമ്മുടെ കുഞ്ഞാപ്പ, അയാൾ നിലവിളക്ക് കത്തിച്ച് വെച്ചതില്ല, നിലവിളക്ക് വെച്ചതിൻ്റെ മുമ്പിൽ തന്നെ പോയി അവിടെ പണ്ടാരടങ്ങി നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് മാറിയിരുന്നാൽ പോലെ, അല്ലെങ്കിൽ വരാതിരുന്ന പോലെ. എന്നിട്ട് അവിടെ നിന്ന് കൊടിവിളക്ക് വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടുന്ന് കൊടിവിളക്ക് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുക. അയാൾ കൊടിവിളക്ക് തൊട്ടതിൽ ആ കൊടിവിളക്ക് ചാണകത്തിൽ മുക്കി കഴുകണം. വൃത്തികെട്ടവനല്ലേ. ഐസ്ക്രീം കമ്പനിയുടെ കാര്യം അതിനിപ്പോൾ വീണ്ടും പറയുന്നില്ല. അതൊക്കെ അയാൾക്കാകാം. ഐസ്ക്രീം വയറ് നിറച്ച് ഐസ്ക്രീം തിന്നാം, മറ്റേ പണിയും. പക്ഷേ ഈ നിലവിളക്ക് കണ്ടു കഴിഞ്ഞാൽ ചെകുത്താൻ കുരിശ് കണ്ട പോലെയാണ്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാം തികഞ്ഞു.
ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾക്ക് പറഞ്ഞു നടക്കാം, കണ്ടല്ലോ കണ്ടല്ലോ ഹിന്ദുവിൻ്റെ ഗതി കണ്ടല്ലോ, കുഴിച്ചിടാൻ വേണ്ടി മുസ്ലിങ്ങൾ വരണം, കല്യാണം കഴിച്ചുകൊണ്ടെങ്കിൽ മുസ്ലിങ്ങൾ വരണം, പലർക്കും എന്തെങ്കിലും ആതുര ശുശ്രൂഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അതിന് പണസമാനത്തിന് മുസ്ലിങ്ങൾ വരണം. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു. വേദവേദാന്തങ്ങൾ പഠിപ്പിക്കാനും ഹിന്ദുക്കളെ പഠിപ്പിക്കാനും മുസ്ലിങ്ങൾ വരുന്നു. അത് അസൂയ കൊണ്ട് പറയുന്നത്. അവർക്കത് കഴിയില്ല. അവർക്ക് ഹിന്ദുത്വം 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 ഹിന്ദു 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 എന്ന് പറഞ്ഞ് നടക്കലല്ലാതെ എന്താണ് ഹിന്ദുവിൻ്റെ ആറ്റം വരെ അറ്റം വരെ മഹാസാഗരം പോലെ നീണ്ടു നിൽക്കുന്ന വേദങ്ങൾ, അതുപോലെ വേദാന്തങ്ങൾ, സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, അതുപോലെ തന്നെ ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ ഒന്നും അറിയില്ല. ബ്രഹ്മസൂത്രം എന്താണെന്നറിയില്ല. ഇതൊന്നും അറിയാത്ത ആളുകൾ എന്താ പറഞ്ഞു നടക്കുക, ഞങ്ങൾ ഹിന്ദുക്കൾ. എങ്ങനെയാണ് ഒരാൾ ഹിന്ദു ആവുന്നത്? എങ്ങനെയാണ് ഒരാൾ ഹിന്ദു ആവുന്നത്? എന്നോട് പലരും പറയാറുണ്ട്, നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ, സ്വാമി എന്താ ഇങ്ങനെ, നമ്മൾ ഹിന്ദുക്കളല്ലേ? അപ്പോൾ ഞാൻ പറയും, അതിൻ്റെ നമ്മുടെ ഈ ഗീതയിൽ എത്ര ശ്ലോകങ്ങൾ, ഗീത എത്ര അധ്യായമുണ്ട്? ഗീതയിൽ അതെനിക്ക് അറിയില്ല കേട്ടോ ഒന്ന്. ഇവരാണ് ഹിന്ദു. എന്നിട്ട് പിന്നെ ചോദ്യം, ഗീത പഠിച്ചാലേ ഹിന്ദു ആവുള്ളൂ? ഇത്രയേ ഉള്ളൂ. പുസ്തകത്തിനകത്ത് HINDU എന്ന് എഴുതിയാൽ ഹിന്ദുവായി. പിന്നെ അവന് യാതൊരു ഡ്യൂട്ടിയില്ല. പിന്നെ ആന, പൂരം, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളൽ, റിമി, പിന്നെ ടോമി, ഇത്രയായി ഞാൻ ഹിന്ദുവായി. ഉപനിഷത്ത് അല്ലെങ്കിൽ ഗീത അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ നമ്മുടെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ശങ്കരാചാര്യ എഴുതിയിട്ടുള്ള കൃതികൾ, നാരായണ ഗുരുദേവൻ എഴുതിയിട്ടുള്ള കൃതികൾ, ഇതൊന്നും നമുക്ക് അതേ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് വാസ്തവത്തിൽ. അതിനൊന്നും ആളെ കിട്ടില്ല. എവിടെയെങ്കിലും മിമിക്രി ഉണ്ടെങ്കിൽ അവിടെ 10,000 പേര് കൂടും. അതിൻ്റെ അപ്പുറത്ത് ഉപനിഷത്ത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ 10 പേരുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ മൈസെറ്റുകാർ അത് 2 പേര്, 12 മണിക്കാർ 3 പേര്, അമ്പല കമ്മിറ്റിക്കാർ 4, 4, 3, 7, 2, 9, പിന്നെ ഈ പറയുന്ന ആളുടെ ഭാര്യ 10 ആൾ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മിന്നൽ ഒളിവെട്ടാണ്. ഇങ്ങനെയുള്ള ആളുകൾ, അദ്ദേഹത്തിന് ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ യൂട്യൂബറാണ്, ലോകകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു അമ്പലത്തിൽ രാമായണം പറയാൻ വരുമ്പോൾ അദ്ദേഹത്തിന് മറ്റെന്താ പറയുക, എന്ത് ഒരു കുട ഉണ്ടോ, അതിൻ്റെ പേര് മറന്നുപോയല്ലോ, അത് കൊടുത്ത് സ്വീകരിച്ച് ആനയിക്കുകയാണ് വേണ്ടത്. അതിനാണ് ഹിന്ദുക്കൾ തയ്യാറാവേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുകയാണ് അദ്ദേഹത്തെ ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾ ഇതൊക്കെയും പഠിച്ചിട്ട് വേണമല്ലോ പറയാൻ. അത് പഠിക്കാൻ അതിന് സമയം കണ്ടെത്തി പറയാൻ വരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ നിന്ന് ദക്ഷിണ കിട്ടിയിട്ട് കഴിഞ്ഞുകൂടേണ്ട ഗതികേടുള്ളവനല്ല ശ്രീ അനിൽ മുഹമ്മദ്. അതെനിക്ക് നന്നായിട്ടറിയാം. എല്ലാം നന്നായി വരട്ടെ. നമസ്കാരം.